രതീഷ്, ഇടുക്കി ജില്ലയിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഡാമുകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ മാറി നിൽക്കുകയാണെങ്കിലും ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴ ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ഒരു 7:30-ക്ക് ശേഷമാണ് മഴ ആരംഭിച്ചത്. തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ രാവിലെ ഒരു 7:30യോടുകൂടി ആരംഭിച്ച മഴ ഏറിയും കുറഞ്ഞും ഇരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മഴ പൂർണ്ണമായി മാറി നിന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നത് മലങ്കര ഡാമാണ്. മലങ്കര ഡാമിൽ നിലവിൽ 3 ഷട്ടർ 1 മീറ്റർ വീതവും ബാക്കി 2 എണ്ണം 50 സെൻറ്റിമീറ്റർ വീതവും അതോടൊപ്പം തന്നെ ഒരു ഷട്ടർ 20 സെൻറ്റിമീറ്ററുമാണ് ഉയർത്തി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജീവനക്കാർ ഡാമിലെ ജലനിരപ്പ് ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ മലങ്കര ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടും. അതോടൊപ്പം തന്നെ മഴ കൂടി ശക്തമാകുമ്പോൾ ആ നീരൊഴുക്ക് കൂടി ഒഴുകിയെത്തുന്നത് മലങ്കര ഡാമിലേക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ജലനിരപ്പ് ക്രമീകരിക്കേണ്ടി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ തൊടുപുഴ ആറിൻ്റെയും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ ആറിൻ്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ പോലും ഇത്രത്തോളം അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരുന്നില്ല. ഇടുക്കി ഡാമിലെ ജലനിരപ്പും ഉയരുകയാണ്. 2377 അടിയാണ് ഏറ്റവും ഒടുവിൽ കണക്കുകൾ ലഭിക്കുമ്പോൾ ഡാമിലെ ജലനിരപ്പ്. ഇപ്പോഴത്തെ റൂൾ ലെവൽ അനുസരിച്ച് 2382 അടി വെള്ളം വരെയാണ് സംഭരിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇടുക്കി ഡാമിൽ ബ്ലൂ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു 3-4 അടി വെള്ളം കൂടി ഉയർന്നാൽ ഒരുപക്ഷെ റെഡ് അലർട്ടിലേക്ക് പ്രഖ്യാപിക്കപ്പെടും. എന്തായാലും 2382 അടിയിലേക്ക് ജലനിരപ്പ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ സാധ്യതയുള്ളൂ. നിലവിൽ 2-3 ദിവസം തുടർച്ചയായി ഇതേ രീതിയിൽ മഴ പെയ്താൽ മാത്രമേ അത്തരമൊരു ജലനിരപ്പിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തിയിട്ടില്ല. ഇടുക്കി ജില്ലയിൽ ചെറു ഡാമുകളായിട്ടുള്ള കല്ലാറുകുട്ടി, പാമ്പ്ള, മലങ്കര അതോടൊപ്പം തന്നെ പൊന്മുടി ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെച്ചിട്ടുണ്ട്. വെള്ളം കുറവാണ് പുറത്തേക്ക് ഒഴുക്കുന്നതെങ്കിൽ പോലും ആ ഡാമുകളെല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. പക്ഷേ മലയോര മേഖലയിൽ മഴ ശക്തി പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. നേരിയ രീതിയിൽ ചാറ്റൽ മഴ മാത്രമാണ് മലയോര മേഖലയിൽ ഉള്ളത്. അത് തീർച്ചയായിട്ടും ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായ മഴ പെയ്തിരുന്നു. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഗ്യാപ് റോഡിൽ അടക്കം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ മലയോര മേഖലയിൽ വലിയ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രി ഗതാഗതത്തിന് 6-ാം തീയതി വരെ നിരോധനമുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ ഏലത്തോട്ടങ്ങളിലടക്കം പുറംജോലി ചെയ്യുന്നത് കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. എന്തായാലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. പ്രധാനപ്പെട്ട സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ജലവുമായി ബന്ധപ്പെട്ട സാഹസിക വിനോദ കേന്ദ്രങ്ങളുമൊക്കെ അടച്ചിടണം എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ രാവിലെ മുതലാണ് ആരംഭിച്ചത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നാണ് കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട ജാഗ്രത ജില്ലയിൽ തുടരുകയാണ്. രതീഷ്.